ഹായ് ഫ്രണ്ട്സ്, ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പാർട്ട് 2 ക്ലാസ് 7 ഇംഗ്ലീഷ് റീഡറിലെ ഒരു പോയമാണ്. നമുക്ക് പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിലെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഹാവ് യു എവർ ക്ലൈംബ്ഡ് എ മൗണ്ടൻ? നിങ്ങൾ എപ്പോഴെങ്കിലും കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടോ? ഇമാജിൻ ക്ലൈംബിംഗ് എ സ്റ്റീപ്പ് towering mountain. What thoughts and emotions would go through your mind? അതായത് കുത്തനെയുള്ള ഒരു കുന്നിലേക്ക് കയറുമ്പോൾ എന്തൊക്കെ ചിന്തകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഇമോഷൻസ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ഈ പോം എഴുതിയിരിക്കുന്നത് ഹെൻറി വാൻ ഡൈക്ക്. പോയത്തിൻ്റെ പേരാണ് ഡോസ് ഓഫ് ഡെയറിങ്. ഡോസ് ഓഫ് ഡെയറിങ്. ഡെയറിങ് എന്ന വാക്കിൻ്റെ അർത്ഥം ധൈര്യം എന്നാണ്. ധൈര്യത്തിലേക്കുള്ള വാതിൽ, ഡോസ് ഓഫ് ഡെയറിങ്. ഇനിയും നമുക്ക് ആദ്യം പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പോയറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. About the author Henry Van Dyke Jr. American writer and poet Henry Van Dyke Jr. was born in 1852 in Germantown, USA. യുഎസ്എയിലെ ജർമ്മൻ ടൗണിലാണ് 1852 ഹെൻറി വാൻ ഡൈക്ക് ജനിച്ചത്. He became popular for a wide range of poetry that explored various aspects of religion and man's relationship with nature. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് പോയട്രിയിലൂടെയാണ്. അതിനകത്ത് പലതരത്തിലുള്ള മതപരമായ കാര്യങ്ങളും അതുപോലെ മനുഷ്യരുടെ നേച്ചറിനോടുള്ള, പ്രകൃതിയോടുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയുമെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. He was a professor of English literature at Princeton University for over 20 years. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ പ്രൊഫസറായിരുന്നു. അതുപോലെ തന്നെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ 20 വർഷത്തോളം വർക്ക് ചെയ്തു. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ദ അതർ വൈസ് മാൻ ആൻഡ് ദ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ. അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള 2 വർക്കുകളാണ് ദ അതർ വൈസ് മാനും ദ ഫസ്റ്റ് ക്രിസ്മസ് ട്രീയും. ഹി പാസ്ഡ് അവേ ഇൻ 1933. മരിച്ച വർഷം 1933. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ദ ഡോസ് ഓഫ് ഡെയറിങ്, ധൈര്യത്തിലേക്കുള്ള വാതിൽ. ഇത് 3 സ്റ്റാൻസയായിട്ടുള്ള പോമാണ്. നമുക്ക് ആദ്യം മൊത്തത്തിൽ ആ 3 സ്റ്റാൻസായും ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം അതിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം. The mountains that enfold the vale, with walls of granite steep and high, invite the fearless foot to scale the stairway toward the sky. The restless deep dividing sea that flows and foams from shore to shore calls to its sunburned chivalry, push out, set sail, explore, and all the bars at which we fret that seem to prison and control are but the doors of daring set ajar before the soul. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ മൗണ്ടൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ. പർവ്വതങ്ങൾ വാലീസിനെ ചുറ്റപ്പെട്ട് കിടക്കുന്നു. എൻഫോൾഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചുറ്റപ്പെട്ട് കിടക്കുക. വെയിൽ എന്നാൽ വാലി. വാലീസിനെ എന്താണ്? മൗണ്ടൻസ് ചുറ്റപ്പെട്ട്, പർവ്വതങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു. വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്പ് ആൻഡ് ഹൈ. ഈ മൗണ്ടൻസിൻ്റെ വാൾസ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് പോലെയാണെന്നും സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ കുത്തനെ ഉള്ളതും ആൻഡ് ഹൈ അതായത് ഉയർന്നതുമാണെന്നാണ് പറയുന്നത്. ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുട്ട് ടു സ്കെയിൽ, അതായത് ഭയമൊന്നുമില്ലാത്ത കാലുകളെയാണ് ഈ പർവ്വതനിരകൾ ക്ഷണിക്കുന്നത്. എന്തിനു വേണ്ടി? ഈ പർവ്വതത്തിലേക്ക്, സ്കെയിൽ മീൻസ് ക്ലൈംബ് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത്. പർവ്വതത്തിലേക്ക് കയറാൻ ധൈര്യമുള്ള കാലുകളെയാണ് ഈ പർവ്വതനിരകൾ ക്ഷണിക്കുന്നത്. Their stairway towards the sky. ഇതിൻ്റെ പടിക്കെട്ടുകൾ എന്ന് പറയുന്നത്, ഈ മൗണ്ടൻ്റെ ആ പടിക്കെട്ടുകൾ എന്ന് പറയുന്നത്
ആകാശത്തിലേക്കാണെന്നാണ് കവി പറയുന്നത്. കാരണം ഈ മൗണ്ടൻസ് വാലീസുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ വാൾസ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് പോലെയാണെന്നും കുത്തനെയാണെന്നും വളരെ ഉയരത്തിലാണെന്നും അതുപോലെ തന്നെ അതിലേക്ക് ഈ മൗണ്ടനിലേക്ക് വരാനായി ആൾക്കാരെ ക്ഷണിക്കുന്നത് ഫിയർലെസ് ഭയമില്ലാത്ത കാൽപാദങ്ങളെയാണെന്നും ഈ സ്റ്റെപ്പുകൾ കയറി ചെല്ലുന്നത് ആകാശത്തിലേക്കാണ്. പോയത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ, അതായത് ഒഴുക്ക് നിലയ്ക്കാതെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റ്ലെസ് ആയിട്ടുള്ളതും വളരെ ഡീപ്പ് മീൻസ് ആഴത്തിലുള്ളതുമായ കടൽ ഇങ്ങനെ ഒഴുകുകയാണ്. ദാറ്റ് ഫ്ലൂസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ. ഈ കടൽ എങ്ങനെയാണ് ഒഴുകുന്നത്? ഫോംസ് പതഞ്ഞ് പതഞ്ഞ് തീരത്തു നിന്ന് തീരത്തേക്ക് ഈ സീ ഇങ്ങനെ ഒഴുകുകയാണ് വളരെ ആഴത്തിൽ. Calls to its sunburned chivalry, push out, set sail, explore. ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് പതഞ്ഞ് തീരത്തു നിന്ന് തീരത്തേക്ക് ഒഴുകുന്ന കടലിൽ ആരെയാണ് വിളിക്കുന്നത്? സൺബേൺഡിൻ്റെ ഒരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൻ്റെ ആ ചൂട് കൊണ്ടിട്ട് ദേഹത്തുണ്ടാകുന്ന സൺബേൺ. ഇവിടെ സൺബേൺഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. ഷിവൽറി എന്ന വാക്കിൻ്റെ അർത്ഥം കറേജിയസ്, അതായത് കടലിലൊക്കെ പോയി പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വെൽക്കം ചെയ്യുന്നത്. എന്തിനു വേണ്ടി? പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. വരൂ, വന്നിട്ട് കടലിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കൂ. ലാസ്റ്റ് സ്റ്റാൻസയിലൂടെ പോയറ്റ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ്. ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളരെ കഷ്ടപ്പെടുത്തിയിട്ടുള്ള. ഫ്രെറ്റ് എന്ന് പറഞ്ഞാൽ വറീഡ്, നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള. അങ്ങനെയുള്ള പല ഫ്രെറ്റ് എന്ന് പറഞ്ഞാൽ വറീഡ്, നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള. അങ്ങനെയുള്ള പല ട്രബിൾസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. That seem to prison and control. അത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യുകയാണെന്നും നമ്മളൊരു ജയിലിൽ ഒരു പ്രിസണിൽ അകപ്പെട്ട അവസ്ഥയിലാണെന്നും ഉള്ള ഒരു സിറ്റുവേഷൻ എത്തിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ are but the doors of daring set ajar before the soul. ഇവിടെ ഈ പോയറ്റ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഡോർസ് ഓഫ് ഡയറിങ്, അതായത് ധൈര്യത്തിലേക്കുള്ള വാതിലായിട്ടാണ് പോയറ്റ് ഇവിടെ കണക്കാക്കുന്നത്. സെറ്റ് അജാർ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഓപ്പൺ, അതായത് കുറച്ച് തുറന്നത്. ബിഫോർ ദ സോൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കുറച്ച് അതിനെ നേരിടാനുള്ള ഒരു വഴി, ധൈര്യത്തിൻ്റെ ഒരു വഴി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഉണ്ട് എന്നാണ് പോയറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ മുന്നിൽ ഒരു വഴി അടഞ്ഞാലും മറ്റുള്ള വഴി നമുക്ക് മുന്നിൽ തുറന്ന് എന്തായാലും ഉണ്ടാവുമെന്നും ആ വഴി എന്താണെന്ന് നമ്മൾ കണ്ടെത്തി ആ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നതുമാണ് ഈ പോയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പോയം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒന്നുകൂടി പോയം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ പോയം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്.